അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. തിരുവസ്തുരവനായ ഈശോയെ, ഈ പ്രഭാത ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളോടും ചേർന്ന്, ഈ സമയം ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയോട് ചേർന്ന്, ദൈവമേ ഈ സമയം ലോകമെങ്ങും നടത്തപ്പെടുന്ന ദൈവികൻ ആരാധനയോട് ചേർന്ന്, ഈ ദിനം ഈശോടൊപ്പം എന്ന ഈ ദൈവികൻ ആരാധനയിൽ പങ്കുചേർന്ന് ഇതിനൊരു അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും കർത്താവെ കാഴ്ചവെക്കുകയും എല്ലാ ജീവിതങ്ങളെയും അവിടുന്ന് അഭിഷേകം അനുഗ്രഹമായി മാറ്റണമെന്ന് ആഗ്രഹിച്ച് ഇതിനും മുഴുവനും കർത്താവിനെ കാണിച്ചു വെച്ചുകൊണ്ട് യേശുവേ യേശുവേ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇതിനും വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നത് സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 18-ാം വചനത്തിൻ്റെ 2-ാം ഭാഗത്തെ അഭിഷേകത്തിന് വേണ്ടിയാണ്. വചനം ഇപ്രകാരം പറയുന്നു: മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഹൃദയം ഉരുകുന്ന ഹൃദയമാണ് ദൈവമേ. അനേകം കണ്ണുനീർ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് ദൈവമേ. ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളാകാം, ആരുമില്ലാത്ത ചിന്തയാകാം, തകർന്നുപോയ പരാജയപ്പെട്ട ബിസിനസ്, തൊഴിൽ, സാമ്പത്തിക മേഖലയാകാം, പരാജയപ്പെട്ടു പോയ പഠന മേഖലയാകാം, തകർന്നുപോയ കുടുംബജീവിതമാകാം, ജലജന്മ മാറിപ്പോകാതെ നിൽക്കുന്നതാകാം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മനമൊരുകുന്ന ഓരോ മേഖലയിലും ദൈവം ഈ സമയം ഇവിടെ എഴുന്നള്ളി വരണമേ, അവിടെ നിങ്ങളെ രക്ഷിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മനമൊരുകിയ ഓരോ മേഖലയും കർത്താവിനെ കാഴ്ചവെച്ച് കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഈ വചനാഭിഷേകം അറിയാൻ വേണ്ടി ഒരു കാര്യം നമുക്ക് സ്തുതിക്കാം. യേശുവേ യേശുവേ എന്ന് സ്തുതിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന. എൻ്റെ പേര് ജോസഫ്. ഞാൻ പാലാരൂപതയിലെ ലാലം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുന്നത്. അവൾ 6 പ്രാവശ്യം IELTS എഴുതി പരാജയപ്പെട്ടു. അപ്പോൾ ഞാൻ 2017 അച്ഛൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു. അച്ഛൻ എന്നോട് 86 ദിവസം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് പ്രാർത്ഥിച്ചു. അടുത്ത OET പരീക്ഷ എഴുതി നല്ല വിജയം നേടുകയും ഈ 24-ാം തീയതി UK പോയി 29-ാം തീയതി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. യേശുവേ, ഈ ദിനം ഈശോയോടൊപ്പം